കിറ്റ് വിവാദം കൊഴുക്കുന്നതിനിടെ തൃശൂരിൽ വീണ്ടും നാടകീയത. ടി.എൻ. പ്രതാപനെതിരെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വാർത്താസമ്മേളനം നടത്തി കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഫിറോസ്. കിറ്റ് വിവാദം BJPയുമായി പ്രതാപൻ നടത്തിയ നാടകമെന്ന ആരോപണം. ടി.എൻ. പ്രതാപനും ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണനും തമ്മിൽ ഡീലുണ്ടെന്നും ഫിറോസ്. മണലൂരിൽ BJP സഹായിച്ചാൽ ഗുരുവായൂരിൽ തിരിച്ചു സഹായിക്കുമെന്നാണ് ധാരണയെന്നും ആരോപണം. സത്യം പ്രവൃത്തിയും അയാളുടെ ജീവിതവുമായി യാതൊരു ബന്ധമില്ല. തട്ടിപ്പിന്റെ ഉസ്താദാണ്, ബെസ്റ്റ് നാടകക്കാരനാണ്. ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ ഗോപാലകൃഷ്ണനായിട്ട് T.M. പ്രതാപൻ അനിയമ്പാവ് ചേട്ടമ്പാവേ മണലൂർ ഐശ്വര്യക്കാരൻ നിരപരാധിന്. പക്ഷേ T.M. പ്രതാപൻ ജയിക്കണമെന്ന ആഗ്രഹം ആർക്കുണ്ട്? ഗോപാലകൃഷ്ണൻ. അതിന് ഗുരുവായൂരിൽ തിരിച്ച് സഹായം ചെയ്യാതെ പ്രതാപൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഡീൽ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഗുരുവായൂരിൽ റഷീദിനെ തോൽപ്പിച്ച് അവിടുന്ന് ഒരു BJPയുടെ MLA ഞാൻ നിനക്ക് തരാമെന്ന് T.M. പ്രതാപൻ ഉറപ്പ് കൊടുത്തതായിരുന്നു ഗോപാലകൃഷ്ണൻ. പകരമായിട്ട് എന്താണെന്നറിയാം, മണലൂര് T.M. പ്രതാപനെ ഗോപാലകൃഷ്ണൻ. ഈ സാധനം ഗോപാലകൃഷ്ണനാണ് ഒറ്റ കൊടുത്തത് ആർക്ക്? T.M. പ്രതാപൻ. ജെയ്സൺ ചാമോളപ്പിൽ തന്നെ തുടരുന്നുണ്ട് നമ്മളോടൊപ്പം. ജെയ്സൺ, കോൺഗ്രസിന്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വാർത്താ സമ്മേളനം നടത്തി T.N. പ്രതാപനെതിരെ ആരോപണം ഉന്നയിക്കുകയാണ്. അതിനാടകീയതയാണ്. തീർച്ചയായും അത് അല്പം മുമ്പാണ് CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഫിറോസ് എത്തിയത്. ഇയാൾ നടത്തിയ പ്രതികരണം എന്ന് പറയുന്നത് T.M. പ്രതാപനെതിരെയുള്ള രൂക്ഷ വിമർശനവും ആരോപണങ്ങളുമാണ്. കോടികൾ വാങ്ങി BJPയുമായി ഡീലുണ്ടാക്കിയെന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വാടാനപ്പള്ളിയിൽ നടന്നത് രാഷ്ട്രീയ നാടകമാണ്, BJPയുമായി ഒത്തുകളിച്ച് നടത്തിയ നാടകമാണെന്ന് കൂടി ആരോപിക്കുന്നുണ്ട്. ഗോപാലകൃഷ്ണനും അതുപോലെ തന്നെ പ്രതാപനും തമ്മിലാണ് ഡീല്. ഈ ഡീൽ പ്രകാരം ഗുരുവായൂരിൽ BJP വിജയിപ്പിക്കുകയും മണലൂരിൽ UDFനെ വിജയിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇത് സംബന്ധിച്ച ധാരണ എന്ന് കൂടി ഇയാൾ ആരോപിക്കുന്നു. അതോടൊപ്പം തന്നെ നിരവധി ഗുരുതരമായ ആരോപണങ്ങൾ കൂടി പ്രതാപനെതിരെ ഇയാൾ ഉയർത്തുന്നുണ്ട്. ജെയ്സൺ ചാമോളപ്പിൽ വിവരങ്ങൾ നൽകിയത്.